നമസ്കാരം. എല്ലാത്തരം തട്ടിപ്പുകളും വിളയാൻ നന്നായി വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. എത്ര കിട്ടിയാലും മലയാളികൾ പഠിക്കില്ല എന്നതും യാഥാർത്ഥ്യമാണ്. പല തട്ടിപ്പുകൾക്കിടയിലെ ഒരു തട്ടിപ്പ് കൂടി പുറത്തു വന്നു. 3600 കോടി രൂപയുടെ ഈ തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്ത മലയാളത്തിലെ ഒന്നാം നമ്പർ ദൃശ്യമാധ്യമം പുറത്തുവിട്ടെങ്കിലും മണിക്കൂറുകൾക്കകം ആ വാർത്ത നീക്കം ചെയ്തു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്നലെ അതേ ചാനൽ ഈ വാർത്ത വീണ്ടും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ പുറത്തുവിട്ടതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഈ തട്ടിപ്പിന് പിന്നിലെ വസ്തുതകൾ. തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. തൃശൂർ സ്വദേശിയായ സോജൻ അവറാച്ചൻ, സിനിമാ നിർമ്മാതാവും കൊല്ലം സ്വദേശിയുമായ അജിത് വിനായക, ഗുജറാത്തിലെ വഡോദര സ്വദേശിയായ യതിൻ ഗുപ്ത എന്നിവരാണ് ഈ കമ്പനിയുടെ നടത്തിപ്പുകാർ. സോജൻ അവറാച്ചൻ കമ്പനി ചെയർമാനാണ്. കേരളത്തിൽ മാത്രം ഈ കമ്പനിക്ക് 31 ബ്രാഞ്ചുകളുണ്ട്. കഴിഞ്ഞ 8 മാസത്തെ അന്വേഷണത്തിൽ സൊസൈറ്റി ചട്ടങ്ങളുടെ ലംഘനത്തിൻ്റെയും നികുതി വെട്ടിപ്പിൻ്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത ഏകദേശം 3600 കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ച ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 400 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം. നിലവിലെ കണക്കനുസരിച്ച് 3600 കോടി രൂപ പിരിച്ചെടുത്ത ഈ കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് 3800 കോടി രൂപ പിരിച്ചെടുത്തിരുന്നു. കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ 200 കോടിയോളം രൂപ നിക്ഷേപകർ മടക്കി വാങ്ങി. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 36 ശാഖകളിലാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തുന്നതിന് 8 മാസങ്ങൾക്ക് മുൻപ് തന്നെ നടത്തിപ്പുകാരായ 3 പേരെക്കുറിച്ചും അവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി വരികയായിരുന്നു. സൊസൈറ്റിയുടെ ചെയർമാനായ സോജൻ അവറാച്ചൻ മുമ്പ് ഗുജറാത്തിൽ PACL എന്ന സൊസൈറ്റിയിൽ ജോലി ചെയ്തിരുന്നയാളാണ്. അന്ന് ഇയാൾക്കൊപ്പം ജോലി നോക്കിയിരുന്നയാളാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒരു പങ്കാളിയായ യതിൻ ഗുപ്ത. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ വിനായക അജിത്, ദിലീപ് നായകനായ ബാന്ദ്ര, നിവിൻ പോളി നായകനായ സാറ്റർഡേ നൈറ്റ് എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ്. കൊല്ലത്ത് നിരവധി ക്വാറികളുള്ള അജിത്ത് മുമ്പ് SV മോട്ടോഴ്സ് എന്ന സ്ഥാപനവും നടത്തിയിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ 3600 കോടി രൂപയാണ് കണ്ടെടുത്തിട്ടുള്ളത്. 10 ലക്ഷം അംഗങ്ങളിൽ നിന്നാണ് ഇവർ ഈ തുക സ്വീകരിച്ചത് എന്നാണ് നിഗമനം. എന്നാൽ സൊസൈറ്റിയുടെ പക്കൽ 20 കോടി രൂപ മാത്രമേ പണമായിട്ടുള്ളൂ. കേരളത്തിലെ 34 ബ്രാഞ്ചുകളടക്കം രാജ്യമൊട്ടാകെ ഇവർക്ക് 120-ലധികം ബ്രാഞ്ചുകളുണ്ട്. 12.5% പലിശയാണ് നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. നിക്ഷേപ കാലാവധി കഴിയുമ്പോൾ പലിശയും മുതലുമടക്കം വീണ്ടും ഇവിടെ തന്നെ നിക്ഷേപിക്കുകയായിരുന്നു പലരും. ഇടനിലക്കാരായ ഏജന്റുമാർക്കും വലിയ പ്രതിഫലമാണ് നൽകിയിരുന്നത്. ഇത്തരത്തിൽ കമ്മീഷനായി 3 കോടി രൂപ വരെ കൈപ്പറ്റിയ ദിലീപൻ എന്ന കൊട്ടാരക്കര സ്വദേശിയെ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൊസൈറ്റിയുടെ ചെയർമാനായ സോജൻ അവറാച്ചൻ നിക്ഷേപമായി സ്വീകരിച്ച 3600 കോടിയിൽ 380 കോടി രൂപ തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ ഐവാസ് ബിസിനസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് പലിശയില്ലാതെ നൽകിയിരിക്കുകയാണ്. 300 കോടിയോളം രൂപ സിനിമാ നിർമ്മാതാവും സൊസൈറ്റിയുടെ പങ്കാളികളിൽ ഒരാളുമായ അജിത് വിനായകയ്ക്ക് പലിശയില്ലാതെ നൽകിയിട്ടുണ്ട്. അജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള SV ഗ്രൂപ്പ്, ഇയാളുടെ ഭാര്യ, ചില ബന്ധുക്കൾ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. അജിത്ത് വിക്കിമീഡിയ എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരാണ് അനിൽ ഇമ്മാനുവൽ നേതൃത്വം നൽകുന്ന മാധ്യമ സിൻഡിക്കേറ്റിന്റെ പ്രൊമോട്ടർമാർ. നിക്ഷേപമായി സ്വീകരിച്ചതിൽ നിന്ന് 2 കോടി രൂപ അജിത്ത് മാധ്യമ സിൻഡിക്കേറ്റിന് നൽകിയിട്ടുണ്ട്. തട്ടിപ്പിനെതിരെയുള്ള വാർത്തകൾ വരാതിരിക്കാനാണത്രേ ഈ പണം നൽകിയത്. വഡോദരക്കാരനായ യതിൻ ഗുപ്തയ്ക്കും 800 കോടി രൂപ നൽകിയിട്ടുണ്ട്, അതും പലിശയില്ലാതെ. യതിൻ ഗുപ്ത നിരവധി ഷെൽ കമ്പനികൾ കൽക്കട്ട ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളിലേക്കാണ് 800 കോടി രൂപ എത്തിയത്. എന്നാൽ തൃശ്ശൂരിലെ സൊസൈറ്റിയിൽ നിന്ന് നേരിട്ട് ഈ പണം കൽക്കട്ടയിലേക്ക് എത്തുകയായിരുന്നില്ല. നിരവധി കടലാസ് കമ്പനികളിലൂടെ കൈമറിഞ്ഞാണ് ഈ 800 കോടി രൂപ കൽക്കട്ടയിലെ യതിൻ ഗുപ്തയുടെ കമ്പനിയിൽ എത്തിയത്. സ്വപ്നസുന്ദരി ഫിൻസർ, പാൻ മർച്ചൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ ഷെൽ കമ്പനികളിലേക്കാണ് പണമെത്തിയത്. കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അവയുടെ മൂല്യം ഉയർത്തിക്കാട്ടി വിൽക്കുകയാണ് യതിൻ ഗുപ്തയുടെ രീതി. 5 കോടി രൂപ മൂല്യമുള്ള കമ്പനി ഇത്തരത്തിലുള്ള ഷെയർ മൂല്യം ഉയർന്ന് 110 കോടിക്ക് വിറ്റ ചരിത്രമുണ്ടത്രേ. ഇതിൽ നിന്നെല്ലാം വൻ ലാഭം പ്രതീക്ഷിച്ചാണ് സോജൻ അവറാച്ചൻ യതിൻ ഗുപ്തയ്ക്ക് പലിശയില്ലാത്ത വായ്പ നൽകിയിരുന്നത്. വാട്ട് വിസാർഡ് എന്നൊരു കമ്പനിയും യതിൻ ഗുപ്തയ്ക്കുണ്ടായിരുന്നു.
ജോയ് ഇ ബൈക്ക് എന്നൊരു ഉൽപ്പന്നം പുറത്തിറക്കിയ ഇവർ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാതെ രാജ്യാന്തര ക്രിക്കറ്റ് മത്സരത്തിനടക്കം ഈ ബൈക്ക് കാണിച്ച സ്പോൺസർ ചെയ്തു. അതുവഴി വാട്ട് വിസാർഡിൻ്റെ വിപണി മൂല്യം ഉയർത്തി. ഈ കമ്പനിയിലൂടെയും തൃശ്ശൂരിൽ നിന്നുള്ള പണത്തിൻ്റെ ഇടപാട് നടന്നു. കേരളത്തിലും ഇവർ ജോയ് ബൈക്ക് അവതരിപ്പിച്ചിരുന്നു. ശേഷിക്കുന്ന ഏകദേശം 1420 കോടി രൂപയ്ക്ക് രാജ്യത്തിനകത്തും പുറത്തും സോജൻ അവറാച്ചനും അജിത്തും ഭൂമിയായും കെട്ടിടങ്ങളായും നിക്ഷേപം നടത്തി. ഹവാല ഇടപാടിലൂടെ പണം വിദേശത്തെത്തിച്ച നിക്ഷേപം നടത്തിയതിൻ്റെ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. UAE, ഒമാൻ, സിംഗപ്പൂർ, കംബോഡിയ എന്നിവിടങ്ങളിലാണ് ഇവരുടെ വിദേശ നിക്ഷേപം. ഒമാനിൽ സോജൻ അവറാച്ചൻ ഒരു ആശുപത്രി വാങ്ങി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അജിത്തിന് UAE-യിൽ സ്വകാര്യ ജലവിതരണ പദ്ധതിയും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഉണ്ടത്രേ. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളെക്കുറിച്ചൊന്നും ആദായ നികുതി റിട്ടേണിൽ ഇവർ അറിയിച്ചിട്ടില്ല. ധന്വന്തരി എന്ന പേരിൽ ആയുർവേദ കമ്പനിയുണ്ടാക്കി ആ കമ്പനിയിലേക്കും നിക്ഷേപിച്ചു 50 കോടി രൂപ. അന്വേഷണത്തിന്റെ ഭാഗമായി സോജൻ അവറാച്ചന്റെ ഐവാസ് IT സൊല്യൂഷന്റെ 20 അക്കൗണ്ടുകൾ ആദായ നികുതി ഉദ്യോഗസ്ഥർ മരവിപ്പിച്ചിട്ടുണ്ട്. യതിൻ ഗുപ്തയുടെ വഡോദരയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡ് 4 ദിവസത്തോളം നീണ്ടു. ചെറുകിട നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ സമയം നൽകുന്നതിന്റെ ഭാഗമായി ICCSLന്റെ അക്കൗണ്ടുകൾ തൽക്കാലം മരവിപ്പിച്ചിട്ടില്ല. അജിത് വിനായകയുടെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണും ഡയറിയും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹവാല ഇടപാടിലൂടെ പണം നൽകിയ ചില സിനിമാക്കാരുടെ പേരുകൾ ഇയാളുടെ ഡയറിയിൽ ഉണ്ടെന്നാണ് വിവരം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർക്ക് 18% പലിശ നിരക്കിൽ ഇയാൾ പണം നൽകിയിരുന്നതായും പറയപ്പെടുന്നു. ബിനോയ് കോടിയേരിയുമായി ചേർന്ന് കൊല്ലത്ത് കോറി ബിസിനസ് നടത്തുന്നതിന്റെ രേഖകളും അജിത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. യതിൻ ഗുപ്തയാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്നാണ് വിവരം. തൃശ്ശൂരിലെ സ്ഥാപനത്തിന്റെ സെർവർ വഡോദരയിലാണ്. മാത്രമല്ല, തൃശ്ശൂരിലെ സൊസൈറ്റിയിൽ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണം കറങ്ങിത്തിരിഞ്ഞ യതിൻ ഗുപ്തയുടെ കയ്യിൽ തന്നെ എത്തുന്ന രീതിയിലായിരുന്നു ഇടപാടുകളെല്ലാം. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ കാലതാമസമുണ്ടായേക്കാം. പക്ഷേ വൈകാതെ തന്നെ കള്ളപ്പണ ഹവാല ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കമ്പനികളെല്ലാം കരിമ്പട്ടികയിലാകും. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വൻ തുക നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ആദായ നികുതി വകുപ്പ് ഉടൻ നോട്ടീസ് നൽകും. ഇവരിൽ പലരും നേരിട്ട് പണമാണ് നിക്ഷേപിച്ചത്. ഈ പണത്തിന്റെ ഉറവിടം പരിശോധിക്കാനാണ് വൻ തുക നിക്ഷേപിച്ചവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും അന്വേഷണ വിവരങ്ങൾ കൈമാറും. രാജ്യവ്യാപകമായി സൊസൈറ്റിയുടെ 34 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 70 ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പ് അവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്.